കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്ത് പറ്റി? അച്ഛാ, അപ്പൂപ്പ, അച്ഛാ, എന്താ ഇത്? എന്താ അച്ഛാ പറ്റിയത്? അച്ഛാ, എന്താ ഏട്ടാ പറ്റിയേ? അച്ഛാ, നിക്കവിടെ. നീ എന്ത് ഭാവിച്ചാടി? എന്ത് ജാതകമാ നിന്റേത്? എത്ര പേരെ കൊല്ലാൻ വേണ്ടിയാ ജനിച്ചത് നീ? എല്ലാം നശിപ്പിക്കാൻ വേണ്ടിട്ടൊരു ജന്മം. എല്ലാ ഗ്രഹപ്പിഴയും കൂടെ കൊണ്ടുവന്ന് എല്ലാവർക്കും നാശം ഉണ്ടാക്കുന്നു. അമ്മേ, എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വേണ്ടാത്ത ദുരിതമൊക്കെ എടുത്ത് തലയിൽ വെച്ചതുപോലെ ആയി പോയല്ലോ. നീ കാരണം ഒരു കുഴപ്പമില്ലായിരുന്ന എന്റെ മകൻ ഇപ്പോ പാതി ജീവനായത്. നീ കാരണം എന്റെ ഭർത്താവ് മനസ്സാകെ വേദനിച്ച് തകർന്നിരിക്കുന്നത് കണ്ടോ? ദുർനിമിത്തക്കാരിയാ നീ. നീ എന്റെ വീട്ടിൽ തന്നെ വന്ന് കേറിയല്ലോ. എന്തിനാടി നീ വന്നത്? പറയടി. അമ്മേ, ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് ആവുന്നത്ര ഞാൻ പറഞ്ഞതാ. ഒരാള് പോലും എന്റെ വാക്ക് കേട്ടില്ല. അവസാനം ഇവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെല്ലാവരും കൂടെ ചേർന്ന് എന്നെ തെറ്റുകാരിയാക്കി. ഇവിടെ നോക്ക്, നിന്റെ ഈ മകൻ കാരണമാ എന്റെ അബിക്ക് ഈ അവസ്ഥ വന്നത്. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാനാണോ അമ്മയും മകനും കൂടെ വന്ന് കയറിയത്? ആദ്യമേ പോലീസിൽ പറയാന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ വാക്ക് അവൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് അവൻ ഇവിടെ ഇങ്ങനെ കിടക്കില്ലായിരുന്നു. എനിക്കിനി ഒരു കല്യാണമേ വേണ്ട, എന്റെ കുട്ടികളെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ എന്റെ മകൻ എന്റെ നിർബന്ധം കാരണമാ ഈ ബന്ധത്തിന് സമ്മതിക്കേണ്ടി വന്നത്. അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഇതിനൊക്കെ വേണ്ടിയായിരുന്നോ? ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാടി നീ വന്നത്? നീ കാരണമാടി ഓരോന്നായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ദോഷജാതകമാടി നിന്റേത്. ആർക്കോ വരുന്ന ഒരു കുട്ടിക്ക് വേണ്ടി എന്റെ മകൻ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി. ഞങ്ങൾ എന്ത് പാപമാണ് ചെയ്തത്? പോടി ഇവിടുന്ന്. എന്റെ കൺമുന്നിൽ നിന്നെ ഇനി കാണരുത്. പോടി. ഗതി പിടിക്കാത്ത നിന്റെ മുഖം എനിക്കിനി കാണുകയേ വേണ്ട. നീ നിന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. പോടി. ഇനിയും നീ ഇവിടെ നിന്ന്. അമ്മ എന്താ പറയുന്നേ? ഇത് ഹോസ്പിറ്റലാ. നീ വേണ്ടരുത്.
ജീവിതമിതേതോ സ്ഫടികശിലവോ അബി കരയാതെ അമ്മ. അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മ. എന്തിനാ അമ്മൂമ്മ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അമ്മ എന്ത് തെറ്റായിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയെല്ലാം നശിപ്പിക്കാനാ ജനിച്ചെന്ന് പറഞ്ഞു. അമ്മയെല്ലാം ഗ്രഹപ്പിഴയും കൂടെ കൊണ്ടു നടക്കുവന്ന്. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ചീത്ത ജാതകം എന്ന് വെച്ചാൽ എന്താ അമ്മ അർത്ഥം? അമ്മ ഭാഗ്യം കെട്ടവളാണെന്ന് എന്തിനാ അമ്മമ്മ അങ്ങനെ പറഞ്ഞത്? എന്റെ അമ്മ അങ്ങനെ മോശക്കാരിയൊന്നും അല്ല. എന്റെ അമ്മ വളരെ നല്ലതാ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ഞാനാ ചെയ്തത്. ഞാൻ കാരണമല്ലേ ഇതൊക്കെ നടന്നത്. ഞാൻ സ്കൂളിൽ വിട്ടിട്ട് എവിടെയും പോകാതെ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നല്ലോ അമ്മ. അച്ഛൻ ഇങ്ങനെ വെടിയും കൊള്ളില്ലായിരുന്നല്ലോ. അമ്മമ്മ ഇങ്ങനെ അമ്മ വഴക്കും പറയില്ലായിരുന്നല്ലോ. സോറി അമ്മ. വേണമെങ്കിൽ ഞാനങ്ങ് മരിച്ചേക്കാം. അപ്പൊ പിന്നെ അമ്മമ്മ അമ്മ വഴക്കു പറയില്ലല്ലോ. നമ്മള് രണ്ടുപേരും ഇവിടെ ആർക്കും ഒട്ടും ഇഷ്ടമല്ലല്ലോ അമ്മ. അമ്മമ്മ നമ്മളോട് മരിച്ചോളാന്നാ പറഞ്ഞത്. അതിന് മാത്രം എന്ത് തെറ്റാ അമ്മ നമ്മൾ ചെയ്തത്? ഇനി നമുക്കിവിടെ നിക്കണ്ട അമ്മ. നമുക്ക് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോവാം. ഇവരുടെ കണ്ണിലൊന്നും പെടാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം അമ്മ. നമ്മളെ ആരും വഴക്ക് പറയാത്ത സ്ഥലത്തേക്ക് പോവാം. വാ അമ്മ. പോയ കാലമെങ്ങോ കാറ്റിൽ മറഞ്ഞു. പിന്നിലാവുമെങ്ങോ മായുന്നുവോ. തമ്മിലുള്ളം കാണാൻ പാടി മറന്നു നാം. അന്യരായി മാറാൻ ശീലിച്ചുവോ. ഏതോ അമ്മ കരയുമ്പോ എനിക്കും കരയാൻ തോന്നുന്നു അമ്മ. അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മ. എപ്പോഴും അമ്മമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ ദേഷ്യമായോണ്ടാണ് അമ്മ കരയുന്നത്. ഞാൻ കാരണം അച്ഛൻ ഇങ്ങനെയൊക്കെ പറ്റിയത്. അതിനാ അമ്മ വഴക്ക് പറയുന്നത്. ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ കൂടെ വന്നോണ്ടാ ഇങ്ങനെയൊക്കെ നടന്നേന്ന് അമ്മമ്മ പറയുന്നത്.
അമ്മയും നമ്മുടെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞാൻ ഗുഡ് ബൈ എന്നല്ലേ പറയുന്നത്. പക്ഷെ ഈ അമ്മൂമ്മ എന്നെ എപ്പോഴും കുട്ടിച്ചാത്തനെന്നാ വിളിക്കുന്നത്. ഞാൻ നമ്മുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോവാ അമ്മേ. അപ്പൊ ഈ അമ്മൂമ്മ അമ്മ വഴക്കൊന്നും പറയില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ ഉണ്ണി. നമ്മുടെ വീട്ടിലെ അമ്മൂമ്മ അച്ഛനുള്ള വീട്ടിലേക്ക് ഞാൻ പോയാല് അവിടെയുള്ള എല്ലാരും എന്നെ പൊന്നുപോലെ നോക്കുമെന്നല്ലേ പറഞ്ഞത്. അച്ഛൻ, അപ്പൂപ്പൻ, വല്യമ്മ, വല്യച്ഛൻ, ചെറിയച്ഛൻ അവരൊക്കെ എന്നെ നല്ലോണം നോക്കുന്നത്. പക്ഷെ ഇവിടുത്തെ അമ്മൂമ്മ മാത്രം എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കും. അതിന് മാത്രം എന്ത് തെറ്റാമേ ഞാൻ ചെയ്തേ? അവിടുത്തെ അമ്മൂമ്മ എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടേ ഇല്ല. എത്ര കുസൃതി കാണിച്ചാലും എന്നെ വഴക്കു പറയില്ല. പക്ഷെ ഈ അമ്മൂമ്മയാണെങ്കിൽ നമ്മളെ മോശക്കാരാന്നാ വിളിക്കുന്നത്. ഇവിടുന്ന് പോവാനും നമ്മളോട് പറഞ്ഞു. നമുക്ക് നമ്മുടെ അമ്മമ്മ അടുത്ത് തിരിച്ചു പോവാമേ. വാ അമ്മേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഉണ്ണി. ഉണ്ണിയെ കുട്ടിയാണെന്ന് പോലും ആലോചിക്കാതെ പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞ് അമ്മ പാവ കുഞ്ഞു മനസ്സ് വേദനിപ്പിച്ചു. അവന്റെ മുന്നിൽ വെച്ച് ഏടത്തിയോട് മോശമായി സംസാരിച്ചു. ഏടത്തിക്ക് അത് ഒരുപാട് ഹേർട്ടായി കാണും. ശരിയാടാ, അമ്മ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. ഉണ്ണിയെ കാണാത്ത വേദനയിലിരിക്കുമ്പോ അവയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് വസുവിനെ കൂടുതൽ വിഷമത്തിലാക്കിയിട്ടുണ്ട്. ഏട്ടത്തി ഇനി ഇവിടെ ഇരുന്ന അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏട്ടത്തി ഇനി ഇവിടെ ഇരുന്ന ശരിയാവില്ല ഏട്ടാ. ശരിയാടാ, വസുവിനെ വീട്ടിലേക്ക് അയക്കുന്നത് നല്ലത്. മോളെ വസു, പറഞ്ഞോളൂ ഏട്ടാ. വല്യച്ഛ, വല്യച്ഛ, അച്ഛനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ഒന്ന് പറ വല്യച്ഛ. അച്ഛനൊന്നും സംഭവിക്കില്ല മോനെ, നീ കരയാതിരിക്കെ. മോളെ വസു, അവയ്ക്ക് ഓർമ്മ വരുന്നതിന് ഇനിയും സമയമെടുക്കുന്ന പറയുന്നേ. ബോധം തെളിഞ്ഞ ഉടനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുവേട്ടാ? ദയവ് ചെയ്ത് എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കണം. നീ ഇവിടെ നിന്നാ ശരിയാവില്ല മോളെ. ഉണ്ണിയെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്. അതേ ഏടത്തി, അമ്മയ്ക്കിപ്പോ ഏട്ടത്തിയോട് വലിയ ദേഷ്യമാ. ഏട്ടന് ഓക്കെ ആയി കഴിയുമ്പോ ഞങ്ങളങ്ങ് വന്നോളാം. അദ്ദേഹത്തെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടും ഇല്ല. മോളെ വസു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട ചേട്ടാ. എന്റെ മോനും അദ്ദേഹം തമ്മില് യാതൊരുവിധ രക്തബന്ധവും ഇല്ലെങ്കിലും എന്റെ മകനെ രക്ഷിച്ച് എന്റെ സന്തോഷം തിരിച്ചു തരികയാണ് ചെയ്തത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഭാര്യ എന്നൊരു സ്ഥാനം തന്നു. അദ്ദേഹം കെട്ടിയ ഈ താലി എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്നില്ല ഏട്ടാ. ഇന്നിന്റെ സൂര്യൻ ഒരു ശിതയായി മാറുന്നു. തെരുവോര
ഡോക്ടർ സിസ്റ്റർ സിസ്റ്റർ എന്റെ ഡോക്ടർ ഏട്ടാ അഭിക്ക് എന്താ ഏട്ടാ അഭി ഡോക്ടർ എന്റെ അഭിക്ക് എന്താ സംഭവിച്ചത്? എന്റെ അഭിക്ക് എന്ത് പറ്റിയതാ ഡോക്ടർ? പേഷ്യന്റ് ഒബ്സർവേഷനിലാണ്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. അച്ഛാ എന്തു പറ്റി? അഭിക്ക് എന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ എന്താ അച്ഛാ പറഞ്ഞത്? ഡോക്ടർ ഒന്നും പറയുന്നില്ല മോനെ. ഡോക്ടർ എന്റെ മോനിപ്പോ എങ്ങനെയുണ്ട്? സോറി മാഡം, പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. പൾസ് തീരെ ഡൗൺ ആണ്. കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ്.